നമ്മുടെ രാജ്യത്ത് CNGയുടെ വിലയിൽ വീണ്ടും വർധന. ₹1 കൂടി CNG വില വർദ്ധിപ്പിച്ചു. ഒരാഴ്ചക്കിടെ രണ്ടാം തവണയാണ് വില വർദ്ധിക്കുന്നത്. ദില്ലിയിൽ 1 കിലോ CNGക്ക് ₹80.09. നോബൽ മാരിക്കാരനുണ്ട്. നോബൽ മാരിക്കാരൻ, അടിക്കടി ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. വല്ലാത്ത ഒരു ഭാരമാണ്, പ്രത്യേകിച്ച് CNG വാഹനങ്ങളെ സംബന്ധിച്ച്, ടാക്സി ഓട്ടോ തൊഴിലാളികളെ സംബന്ധിച്ച്. അവരുടെ ലാഭത്തിന്റെ ഒരു നിശ്ചിത ശതമാനം ഇനിയിപ്പോൾ CNG കൊണ്ടുപോകും. രണ്ടും ₹3 അടുത്ത ദിവസങ്ങളിൽ, അല്ലേ? പെട്രോൾ ഡീസൽ വിലയ്ക്ക് സമാനമായി CNG വിലയും കുതിച്ചു വീഴുകയാണോ? നോബൽ, ഗുഡ് മോർണിംഗ്. അരുൺ, ഗുഡ് മോർണിംഗ്. CNG വിലയിലും വർധനവ് തുടരുന്നു എന്നാണ് നമുക്ക് ഇപ്പോൾ കണക്കുകൾ നോക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം പെട്രോളും ഡീസലിനും ₹3 കൂട്ടിയിരുന്നു. ആ 15-ാം തീയതിയാണ് ആ ഉത്തരവ് വന്നത്. അന്നേ ദിവസം CNGക്ക് ₹2 കൂട്ടിയത്. ഇപ്പോൾ ₹1 കൂടി കൂടി. തത്വത്തിൽ ഇപ്പോൾ പെട്രോളിനും ഡീസലിനും കൂടിയ പോലെ തന്നെ CNGക്ക് ₹3 കൂടി എന്നതാണ് യാഥാർത്ഥ്യം. ദില്ലിയിൽ 80.09 രൂപയാണ് 1 കിലോ CNGയുടെ വില എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ടാക്സികൾ, അതായത് ടാക്സികളും അതോടൊപ്പം തന്നെ ഓട്ടോറിക്ഷകളും ഒക്കെ വലിയ തരത്തിൽ ദില്ലി അടക്കമുള്ള പല നഗരങ്ങളിലും CNGയിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള ആളുകൾക്ക് വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ CNGയിൽ അടിക്കടി ഉണ്ടാകുന്ന ഈ വിലവർധന എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് ഈ പശ്ചിമേഷ്യ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് വില വർദ്ധിപ്പിക്കുന്നതെന്ന് കേന്ദ്ര സർക്കാർ പറയുമ്പോഴും വലിയ തരത്തിൽ അതിന്റെ ഒരു ഭാരം സാധാരണക്കാരിലേക്ക് എത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. ടാക്സികൾക്കും അതോടൊപ്പം ഓട്ടോകൾക്കൊക്കെ നിരക്ക് വർദ്ധിപ്പിക്കേണ്ട സാഹചര്യത്തിലേക്കാണ് ഇപ്പോഴത്തെ സാഹചര്യം കൊണ്ടെത്തിച്ചിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കുവാനും. നിലവിലത്തെ സാഹചര്യത്തിൽ തത്വത്തിൽ 2 ദിവസം കൊണ്ട് ₹3 കൂടി എന്നതാണ് എടുത്തു പറയേണ്ടത്. എന്താണെങ്കിലും വലിയ തരത്തിൽ എണ്ണ കമ്പനികളുടെ അവകാശവാദം അവർക്ക് വലിയ ഭീമമായ നഷ്ടമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ക്രൂഡ് ഓയിൽ വില ഉയർന്നു നിൽക്കുന്നത് 30,000 കോടി രൂപയുടെ നഷ്ടം പ്രതിമാസം ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് എണ്ണ കമ്പനികൾ വ്യക്തമാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വിലവർധന എന്ന ആവശ്യം അവർ ശക്തമാക്കുകയും അതിന് പിന്നാലെ കേന്ദ്ര സർക്കാർ അതിന് അനുമതി നൽകുകയും ചെയ്ത്. എന്താണെങ്കിലും നിലവിൽ പെട്രോളും ഡീസലിനും CNGക്കുമാണ് നിരന്തരം വില വർദ്ധിച്ചിരിക്കുന്നത്. ഇനി ഗാർഹിക LPG കൂടി വില വർദ്ധിക്കുകയാണെങ്കിൽ അത് തീർച്ചയായും വലിയ തരത്തിൽ തിരിച്ചടിയാകും. ₹60 വരെ വർദ്ധിക്കാനുള്ള സാധ്യത ഉണ്ട് LPG എന്നാണ് റിപ്പോർട്ടുകളുള്ളത്. ഓക്കെ, ഇതുകൊണ്ടങ്ങനെ തീരുവില്ലല്ലേ എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. ഇങ്ങനെ കൂടി ഇരിക്കുകയാണ്. ഇത് എവിടെ പോയി നിൽക്കും? പ്രിയപ്പെട്ടവരെ, സമയം ഇപ്പോൾ 9 മണിയായിരിക്കും. നമുക്കൊരു കുഞ്ഞിടവേള